സഹോദരന്മാരെ, പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ അവസാന ദിവസമായ സമ്മേളനത്തിൻ്റെ സന്നദ്ധദാന സമ്മേളനത്തിൻ്റെ ദിവസത്തിൽ പട്ടിക്കാടിൻ്റെ പുറം കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ക്രൗഡ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡൊക്കെ അങ്ങേയറ്റം ബ്ലോക്ക് തന്നെയാണ് കേട്ടോ. ഒന്ന് രണ്ട് വണ്ടികളൊക്കെ കാര്യമായിട്ടൊക്കെ മറ്റു റോഡുകളിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് പട്ടിക്കാടിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിൻ്റെ കൊടുമ്പിരി കൊള്ളുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുമായി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പോലീസന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് പട്ടിക്കാട് ജാമ്യയിലെ വിപുലീകരിച്ച പള്ളിയാണ് കേട്ടോ. ആ കാഴ്ചയാണ് പട്ടിക്കാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ അങ്ങേയറ്റം ക്രൗഡാണ് കേട്ടോ. ഹലോ, അപ്പോൾ പ്രേക്ഷകരെ, ഇതാണ് പട്ടിക്കാട് ജാമ്യയിലെ ബുക്ക് സ്റ്റാൾ. ഇതാണ് കേട്ടോ പട്ടിക്കാട് ജാമ്യയിലെ ബുക്ക് സ്റ്റാൾ. ഇതാണ് അതുപോലെ. അപ്പോൾ സഹോദരന്മാരെ, പട്ടിക്കാട് ജാമ്യയുടെ മുമ്പിലേക്കാണ് കടന്നപ്പോഴുള്ള ക്രൗഡാണ് ഇപ്പോൾ നമുക്കിന്ന് സമ്മേളനത്തിൻ്റെ ദിവസം കാണാൻ കഴിയുന്നത്. ഈ ജാമ്യയുടെ കൊല്ലം ജാമ്യ ഇങ്ങനെ ലൈറ്റുകളെ കൊണ്ട് വർണ്ണിക്കിട്ടു. ആ ഒരു വർണ്ണാഭമായ കാഴ്ചയാണ് ഈ കവാടത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സയ്യിദുൽ ഉലമയെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ മുഴുവനും തടിച്ചുകൂടിയിരിക്കുന്നത് കേട്ടോ. ഒരുപാട് പണ്ഡിതന്മാർ ഈ തിക്കും തിരക്കുമായി കൊണ്ട് വന്നത് സയ്യിദുൽ ഉലമയെ കേൾക്കാൻ വേണ്ടി മാത്രമാണ്. പ്രേക്ഷകരെ, പട്ടിക്കാടിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശിഷ്ടാതിഥി വന്നിട്ടുള്ളത് നമ്മളെ ഫലസ്തീനിന്റെ അംബാസിഡറാണ് കേട്ടോ. മൂപ്പരാണ് സംസാരിക്കുന്നത്. മജ്‌ലിസുന്നൂറിലേറെ ക്രൗഡ് ഉണ്ട് കേട്ടോ അവിടെ. കാരണം അത് മറ്റൊന്നുമല്ല, സയ്യിദുൽ ഉലമയെ കേൾക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത്രയ്ക്ക് ക്രൗഡ്. അപ്പോൾ സഹോദരന്മാരെ, ഇപ്പോൾ പ്രസംഗപീഠത്തിലുള്ളത് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് കേട്ടോ. ആ സയ്യിദുൽ ഉലമയെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചീനി മരച്ചുവട്ടിൽ തടിച്ചു കൂടിയ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടം തന്നെയാണ് നമുക്കിപ്പോൾ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. സയ്യിദുൽ ഉലമയെ കേൾക്കാൻ വേണ്ടി പ്രസംഗപീഠത്തിലെ ഇതിഹാസം സയ്യിദുൽ ഉലമയാണ് ഇപ്പോൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു വർണ്ണാഭമായ മനോഹരമായ കാഴ്ചയാണ് പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രേക്ഷകരെ, വളരെയധികം ക്രൗഡ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ജാമിയയുടെ തിരുമുറ്റത്തിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റ ഫ്രണ്ടിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് അപ്പോൾ പുറത്തു വഴി നിൽക്കാൻ പറ്റും. ഇതൊക്കെ എന്നതുപോലെ എല്ലാ കഴിക്കാനുള്ള എല്ലാ സാധനങ്ങൾക്കും സഹായം സമസ്തയുടെ ആശയാലോചനകളിൽ പൂർണ്ണമായി ഉറച്ചിട്ടുള്ളവരാണ്. അതിനൊക്കെ സഹായം. അപ്പോൾ പ്രേക്ഷകരെ, സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷമുള്ള പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ കവാടത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ക്രൗഡാണ് കേട്ടോ. പുറത്തേക്ക് എല്ലാവരും പോകുന്ന, ഏകദേശം ആളുകളൊക്കെ പുറത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ജാമിഅയിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസംഗം കഴിഞ്ഞത് ഉടനെയാണ് നമ്മൾ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ. പ്രേക്ഷകരെ, ജാമ്യ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായ ഈ സമയത്ത് വളരെ ക്രൗഡാണ് കേട്ടോ. പുറത്തേക്ക് നമ്മൾ വന്നപ്പോൾ ഇത് ജാമ്യയുടെ കെട്ടിടമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചയാണ്. അതുപോലെ ടീ സ്റ്റാളാണ് കേട്ടോ. ജാമ്യയുടെ മക്കളും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ. അപ്പോൾ പട്ടിക്കാട് ജാമിയ നൂരയിൽ നിന്ന് സനത് മേടിക്കുന്ന വിദ്യാർത്ഥികളുടെ പേര് വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമിയ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. ജാമ്യയുടെ മുംബൈയിലെ ആ ഒരു തിരക്കാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ വീട്ടിലേക്ക് പോകുന്ന കാഴ്ച, അതുപോലെ ജാമ്യയുടെ അകത്തളങ്ങളിലേക്ക് കയറുന്ന കാഴ്ച ഒക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ്. ജാമ്യയുടെ ജാമ്യയുടെ ആ ഒരു കവാടമാണ് ലൈറ്റ് കൊണ്ട് വർണ്ണാഭമാക്കിയിരിക്കുന്നത്. ഏതാണെങ്കിലും നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു പാൽക്കടൽ തന്നെയാണ് നമുക്കിവിടെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. പണ്ഡിതന്മാരുടെ, ഉസ്താദുമാരുടെ, മുതഅല്ലിമീങ്ങളുടെ, വൈസിമാരുടെ ഒരു പാൽക്കടൽ തന്നെയാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ ഈ വർഷം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ, പട്ടിക്കാട് ജാമിയയുടെ പള്ളിയുടെ മുൻവശത്താണ് ഇപ്പോൾ നമ്മൾ നിങ്ങളുമായി ഈ കാഴ്ച ഷെയർ ചെയ്യുന്നത്. ഏതാണെന്നുണ്ടെങ്കിൽ വരും കാഴ്ചകൾ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതാണ്. കച്ചവടങ്ങളും മറ്റു വെള്ളങ്ങളും അതുപോലെ ഡ്രസ്സുകളും മറ്റ് ഐറ്റംസുകളൊക്കെ ഇവിടെ ആളുകൾക്ക് വാങ്ങാനും ഇവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഈ ജാമ്യയുടെ സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് എടക്കടപ്പുറം ലഹുജുൽ ആലിങ്ങൾ മുഹമ്മദ് അഷ്റഫ് അലി സലനൂർ മുഹമ്മദ് സമ്മേളന നഗരിയാണ് പ്രേക്ഷകരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ അതിൻ്റെ സനത് ദാന സമ്മേളനത്തിൻ്റെ ഭാഗമായി കൊണ്ട് സനത് കൊടുക്കുന്ന ആ ഒരു കാഴ്ചയാണ്. ക്യാമറ ഒന്ന് തിരിച്ചപ്പോൾ സമ്മേളന നഗരിയിലെ ആളുകൾ തിങ്ങിയിരിക്കുന്ന ഒരു മഹത്വമേറിയ കാഴ്ചയിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിക്കുകയാണ്. സനത് വാങ്ങാനുള്ള പണ്ഡിതന്മാർ. പ്രേക്ഷകരെ, പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ അവസാന ദിവസത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഇനിയും നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരോടും സ്നേഹം മാത്രം. നല്ല നല്ല കാഴ്ചകൾ, യാത്രാ കാഴ്ചകളും മറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകളുമായിട്ട് ഇനിയും നമ്മൾ വരുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി എല്ലാവരോടും മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് സ്നേഹം മാത്രം നിങ്ങളോട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതാണ് പട്ടിക്കാട് ജാമിയയിലെ കാഴ്ചകൾ. കൺക്ലൂഡ് ചെയ്യുകയാണ്. എല്ലാവരോടും സ്നേഹം.